Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about the potential energy due to a system of two charges in an external electric field. Last class, we discussed the potential energy due to a system of charges without an external electric field. അതായത് ഇതിന് രണ്ട് കേസാണുള്ളത്, വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയാം. Two charges are there, Q1 and Q2. For placing the first charge, I don't have to do any work. So W1 is equal to 0 and W2 is equal to second charge into potential due to the first charge. So total work done, which is equal to the energy stored in the system, can be written as 1 by 4 pi epsilon 0 Q1 Q2 divided by R12. ഇതായിരുന്നു ഫസ്റ്റ് കേസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താ കേട്ടോ. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർ പ്ലേസിംഗ് ദ ഫസ്റ്റ് ചാർജ് Q1 ഹിയർ ഐ ഹാവ് ടു ഡു സം വർക്ക്. അതായത് ഇവിടെ ഗോൾ പോസ്റ്റിലെ ഗോളിയുണ്ട്, ചുമ്മാ കയറി ഗോൾ അടിക്കാനൊന്നും പറ്റത്തില്ല. ഐ ഹാവ് ടു ഡു സം വർക്ക്. അപ്പൊ അതായത് ലെറ്റ് ദിസ് ഇസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ലെറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ചാർജ് ഫ്രം ദ ഒറിജിൻ ഇസ് R1. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് V of R1. ഓക്കെ, സോ വർക്ക് ഡൺ W1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. Okay, now I am bringing another charge Q2 here and the distance from the origin is R2. Then this charge will experience a potential. അല്ലെ, ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതിനെ ഞാൻ V of R2 എന്ന് എഴുതുകയാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഈസ് R12. ഇത്ര എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് ചാർജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ വർക്ക് ഡൺ വരും? അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്യണം. അത് കൂടാതെ തന്നെ ഈ ഒരു പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യലിന് എഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യണം. അതായത് W2 എന്ന് പറയുന്നത് Q2 ഇൻറ്റു V of R2 ഉണ്ടാവും. അത് കൂടാതെ തന്നെ ഇവിടെ ഈ ചാർജ് മൂലമുള്ള ഫസ്റ്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണും കാണും. ഓക്കെ, അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? W is equal to, which is the energy stored in the system, is equal to Q1 into V of R1 plus Q2 into V of R2 plus 1 by 4 pi epsilon 0 Q1 Q2 divided by R12 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ രണ്ട് ടേം കൂടെ വരും. അപ്പൊ നിങ്ങളുടെ CBSE ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പം അതിനകത്ത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം എടുത്താൽ മതിയോ. പക്ഷേ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എന്നിട്ട് ആ ഒരു വർക്ക് ഡൺ ഈ ഒരു നമ്മുടെ ചാർജുമുള്ള വർക്ക് ഡണ്ണോട് ആഡ് ചെയ്തിട്ട് ടോട്ടൽ വർക്ക് ഡൺ കാണണം. അതായിരിക്കണം ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Now we are going to discuss about the potential energy due to a dipole in an external electric field. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് പോയിന്റ് ചാർജ് കോൺഫിഗറേഷൻ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡൈപോളർ ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ദെൻ ഇറ്റ് വിൽ ഫോം എ ഡൈപോൾ. ഒരു ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയുന്നത് അതിന്റെ ഡൈപോൾ മൊമെന്റ് വെച്ചിട്ടാണ്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ P ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം -Q to +Q. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. സോ ഇങ്ങനെയുള്ള ഡൈപോളാണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവെക്കാൻ പോകുന്നത്. ആൻഡ് ഹിയർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇതിന് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും വരുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ. അപ്പോൾ ഇവിടെ നമ്മുടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഈ +Q ചാർജിന് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് വരും വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് +QE. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജിന് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് വരും വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് -QE. കണ്ടോ? അപ്പൊ ഈ ഡൈപോളില് രണ്ട് സൈഡിലും രണ്ട് ചാർജിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യാണ്. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ ഈ ഒരു ഫോഴ്സ് വരുന്നത് കൊണ്ട് ഇവിടെ ഈ ഡൈപോളിന് ഇങ്ങനെ ഒരു റൊട്ടേഷൻ വരും, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വരും. ആൻഡ് ദാറ്റ് റൊട്ടേഷൻ ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ടോ. Okay, and tau can be written as P cross E
വിച്ച് ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാട്ടോ. പി ക്രോസ് ഇ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ഇപ്പം ഈ ഒരു റൊട്ടേഷൻ വരുന്നു, അതായത് ഈ ഡൈപോളിനെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യാനാണ് ഇലക്ട്രിക് ഫീൽഡ് നോക്കുന്നത്. ഓക്കെ, അതായത് പ്ലസ് ചാർജ് ഇവിടെ വന്ന് മൈനസ് ചാർജ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് ഇരിക്കുന്നതാണ് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാനപ്പോ ഡൈപോളിൽ നിന്ന് തിരിക്കാൻ പോവാണ്. അതായത് ഐ എം റൊട്ടേറ്റിംഗ് ദിസ് ഡൈപോൾ ത്രൂ എ സ്മോൾ ആംഗിൾ ഡി തീറ്റ. ഒരു ചെറിയ ആംഗിൾ ഞാൻ തിരിക്കുകയാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ടു ഡു സം വർക്ക് ആൻഡ് ദാറ്റ് വർക്ക് ക്യാൻ ബി റിട്ടൺ ആസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2 ഡി തീറ്റ. നമ്മൾ ലീനിയർ കേസിലെല്ലാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എക്സ് എന്നായിരുന്നു പഠിച്ചത്, അതായത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇതേ സാധനം തന്നെ റൊട്ടേഷനിലെ കേസിൽ വരുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. കാരണം റൊട്ടേഷൻ അല്ലേ, സോ ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഞാനൊരു ചെറിയ ആംഗിൾ റൊട്ടേഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞത്, നമുക്കതിനെ ഒരു ഇനിഷ്യൽ ആംഗിൾ തീറ്റ 1 ഫൈനൽ ആംഗിൾ തീറ്റ 2 റൊട്ടേഷൻ നടക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫ്രം തീറ്റ 1 ടു തീറ്റ 2 ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 ടോ ഡി തീറ്റയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, പി സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, എന്തിനാണ് ഈ ഒരു ചെറിയ ഡി തീറ്റ സ്മോൾ ആംഗിളിൽ എടുത്തിട്ട് അതിനെ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്? അതായത് ഫിസിക്സിൽ നമുക്കൊരു എഫക്റ്റ് സ്റ്റഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ ആക്യുറേറ്റ് വാല്യൂ കിട്ടണമെന്നില്ല. അപ്പൊ അതിനെ ചെറിയ 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 സബ് ഡിവിഷൻസ് ആയിട്ട് തിരിക്കും. അതായത് ചെറിയ ഡിസ്പ്ലേസ്മെന്റിലുള്ള വർക്ക് ഡൺ കണ്ടിട്ട് പിന്നെ അതിനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എഫക്റ്റ് കാണും. അപ്പൊ അതിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഈ പി ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രലിനകത്ത് പിന്നെ എന്ത് വരും? സൈൻ തീറ്റ ഡി തീറ്റ ഉണ്ട് കേട്ടോ. സൈൻ തീറ്റ ഡി തീറ്റ വരും. സോ സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് തീറ്റ. സോ വി വിൽ ഗെറ്റ് മൈനസ് കോസ് തീറ്റ തീറ്റ 1 ടു തീറ്റ 2 എന്ന് വരും. അപ്പൊ ഞാൻ ഇതിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കണം. അപ്പൊ മൈനസ് ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വിച്ച് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ആസ് പി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ദാ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് എ ഡൈപോൾ. ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഓർ യു ഇസ് ഈക്വൽ ടു പി ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് തീറ്റ 2. അതായത് ഇനിഷ്യലി ഇതിരിക്കുന്നത് തീറ്റ 1 അവിടുന്ന് ഞാൻ തീറ്റ 2 റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ ഈ ഒരു ഡൈപോളിൽ ഇത്ര എനർജി ആയിട്ട് സ്റ്റോർഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിന് 3 കേസ് ഉണ്ട്, സ്പെഷ്യൽ കേസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇക്വേഷനകത്ത് ഐ എം ടേക്കിംഗ് തീറ്റ 1 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് തീറ്റ 2 ഇസ് ഈക്വൽ ടു തീറ്റ എന്നെടുക്കാണ്. അതായത് തീറ്റ 1 90 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപോൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. കോസ് തീറ്റ 1 കോസ് 90 എന്തായി പോകും? 0 ആയി പോകും. നമുക്ക് എന്ത് കിട്ടും? മൈനസ് പി കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ആ 3 കേസ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. തീറ്റ 0 ആണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. വാട്ട് വി വിൽ ഗെറ്റ്? യു ഇസ് ഈക്വൽ ടു മൈനസ് പി. കണ്ടോ, തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈപോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് തിരിഞ്ഞ് ഈ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കും. അതായത് ഡൈപോളിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒന്ന് തന്നെയായിരിക്കും, പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ആ കേസിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടോ, നെഗറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം സ്റ്റേറ്റ് ആണിത്. സോ വിച്ച് ഈസ് എ സ്റ്റേബിൾ സ്റ്റേറ്റ്. മിനിമം എനർജി ആകുമ്പോഴാണ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സോ യു ഈസ് ഈക്വൽ ടു മൈനസ് പി ആണ് നമ്മുടെ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് യു എന്ന് പറയുന്നത് 0 കിട്ടും. ഇതൊരു 0 എനർജി സ്റ്റേറ്റ് ആണ്. അതായത് ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷൻ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഇതാണ് നമ്മുടെ ഡൈപോള്. ഡൈപോൾ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡിന് 90 ഡിഗ്രി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇതിന്റെ ഒരു എഫക്റ്റിലേക്ക് 90 ഡിഗ്രി തന്നെ കൊണ്ടുവന്നാലും
പ്ലസ് ക്യൂവിലും മൈനസ് ക്യൂവിലുള്ള ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, 0 ആയി പോകും. വർക്ക് ഡൺ 0 ആയി പോകും, കാരണം ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവരുന്നത്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താവും? 0 ആയി പോകും. വർക്ക് ഡൺ 0 ആവുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ആയി പോകും. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒരു 0 എനർജി സ്റ്റേറ്റ് ആണ് ഡൈപോളിന്റെ. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. കോസ് 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത് +PE കിട്ടും. അതായത് ഞാനൊന്ന് ഫിഗർ വെച്ച് വരച്ചു തരാം. അതായത് ഫസ്റ്റ് കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരുന്നു. ഞാൻ എല്ലാ കേസിലും ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് വരച്ചിട്ട് ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈപോള് ഫസ്റ്റ് കേസിൽ ഇരുന്നത് എലോങ് ദ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ ഡൈപോൾ ഇരുന്നത്. സോ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ്. സെക്കൻഡ് കേസിൽ നമ്മുടെ ഡൈപോൾ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട്. സോ U ഈസ് ഈക്വൽ ടു 0. ആൻഡ് തേർഡ് കേസിൽ ദ ഡൈപോൾ മൊമെന്റ് ഈസ് ആന്റി പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ദേ ഇങ്ങനെ തിരിഞ്ഞായിരിക്കുന്നത്. അതായത് ഇവിടെ -Qവും ഇവിടെ +Qവും വരും. അത് ഭയങ്കര അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. കണ്ടോ, എനർജി കണ്ടോ, പ്ലസിലേക്കാ പോയത്. സോ റിപ്പൽഷൻ ആണ് നടക്കുന്നത്. സോ ഇവിടെ ഇതൊരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഈ ഒരു 3 കേസാണ് ഡൈപോളിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പം ഇത് ഏതാണ് ഇനിഷ്യൽ സ്റ്റേജ് തന്നേക്കുന്നത് അനുസരിച്ച് ഇക്വേഷൻസ് മാറും. അപ്പൊ ഈ 3 കേസാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. So in this lecture, we discussed about the potential energy due to a system of charges in the presence of an external electric field. Then we discussed about the potential energy due to a dipole when it is placed in an external electric field. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena Ji. Thank you.